ഗൈസ് ഇപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 20 സെന്റ് സ്ഥലം വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ. അപ്പൊ ഈ സ്ഥലം നമ്മൾ ഇനി വെറുതെ ഇടാൻ പോകില്ല ചേട്ടാ. നമ്മളിവിടെ എങ്ങനെ ലാഭകരമായിട്ട് കോഴി കൃഷി നടത്താനുള്ള പരിപാടി ചേട്ടാ. അപ്പൊ അതിന് തന്നെ വേണ്ടി നമ്മൾ ഹിറ്റാച്ചി ഇറക്കിയിട്ട് ഏകദേശം 3000 രൂപയ്ക്ക് നമ്മുടെ പറമ്പ് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രാത്രി മാത്രം കോഴീനെ കൂട്ടിൽ കയറ്റിയിട്ട് പകലൊക്കെ നമ്മൾ തുറന്നിടുന്ന പരിപാടി ചെയ്യാൻ പോകണം. ഏകദേശം 20 സെന്റ് സ്ഥലത്ത് മൊത്തം നമ്മൾ വല കെട്ടാൻ പോകാട്ടോ. അങ്ങനെ നമ്മുടെ അതിരിന്റെ അവിടെയൊക്കെ നമ്മൾ വല കെട്ടിയിട്ടാണ് നമ്മൾ കോഴിനെ വളർത്താൻ പോണേ. അങ്ങനെ കൂട്ടത്തിൽ നമ്മളൊരു കുളവും കുത്തിയിട്ടുണ്ട്. കുളത്തിൽ കുറച്ച് വരാൽ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ കുളത്തിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരും. ബേസ് ഇപ്പൊ നമ്മൾ ഈ ഹൈറ്റിൽ ഏകദേശം അതിന്റെ വരും ഗ്രില്ല് വരും. ഏകദേശം എത്ര കോഴിയുള്ളൂ? ഒരു 100 കോഴിയുള്ളൂ. പിന്നെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഈ അതിരുമണ്ണും പ്ലസ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നെറ്റ് കിട്ടും. പണിക്കാരെ ഷോർട്ടേജ് പോലെ നമുക്ക് കുറച്ച് നാളത്തേക്ക് പണി നീക്കി വെക്കേണ്ടോന്ന്. ഏകദേശം പുല്ലൊക്കെ വീണ്ടും മുളകല്ല. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ മൊത്തം വെജിറ്റബിൾ കൃഷി ചെയ്യാൻ പോവാണ് കേട്ടോ. വീടിന്റെ മേലെയും എല്ലായിടത്തും നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ വീഡിയോ അതെല്ലാം നമ്മൾ പക്കയായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണതാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്താ നമ്മൾ മാക്സിമം നമ്മൾ കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ എടുത്തിട്ട് ഏകദേശം 12,000 രൂപയ്ക്ക് നമ്മുടെ കൂടിന്റെ പണി ഏകദേശം തീർക്കാനുള്ള പരിപാടിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചിന്റെ പൈപ്പാണ് മാക്സിമം യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ചിലവരൊക്കെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴി കൃഷി നമുക്ക് വേസ്റ്റ് ആണ്, കോഴി കൃഷി നഷ്ടമാണെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അങ്ങനെയല്ല. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിയുടെ എഗ്ഗും നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ കോഴി ചിക്സിന് വിരിയിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നാടൻ മുട്ടയാണെങ്കിൽ ഭയങ്കര റേറ്റും ആണ്, അതുപോലെ കിട്ടാനില്ലാത്തൊരവസ്ഥയാട്ടാ. അപ്പൊ എന്തായാലും നമ്മളത് മാക്സിമം നമ്മൾ ക്ലച്ച് പിടിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ നെറ്റ് നമ്മൾ എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാമ്പൊന്നും കിടക്കാത്ത രീതിയിലുള്ള നെറ്റാട്ടാ. അത് ഏകദേശം ഒരു റോളിന് 3200 വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ദിവസത്തെ പണിയാട്ടോ. ഒറ്റ ദിവസത്തെ പണിയാണ് നമ്മൾ തീർക്കാൻ പോണത്. അധികം ദിവസം നിൽക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോറ് മാത്രമാണ് നമ്മൾ പിറ്റേ ദിവസം സെറ്റ് ചെയ്യണുള്ളൂ. ബാലൻസ് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് നമ്മുടെ കൂട് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടിന്റെ ഏകദേശം പരിപാടിയൊക്കെ തീരാറായിട്ടാ. അങ്ങനെ ഷീറ്റ് അടിച്ചു. ഷീറ്റൊക്കെ ഇതുപോലെ തന്നെ ഏറ്റവും വില കുറവിന്റെ ഷീറ്റ് തന്നെ എടുത്തായിട്ടാ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഏകദേശം വില കുറവിന്റെ നല്ല എക്സ്പെൻസ് കൂടുതൽ മുടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തേക്കണം. എന്റെ വീട് ഇരിഞ്ഞാലക്കുട ആയതുകൊണ്ട് നമുക്ക് ഏകദേശം മണ്ണൂത്തിക്ക് ഏകദേശം അടുത്താണ്. അപ്പൊ നമ്മൾ മണ്ണൂത്തിന്നാണ് കുട്ടികൾ എടുക്കാൻ പോണത് കേട്ടോ. നമ്മൾ വളർത്താൻ പോണ ബ്രീഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈരളിക്കോഴി എന്ന് പറഞ്ഞൊരു ടൈപ്പുള്ള കോഴിയാണ്. അത് ഏകദേശം നമുക്ക് 300 മുട്ടോളം കിട്ടുമെന്നാണ് പറയണത്. നമുക്ക് അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. കഴിച്ചപ്പോഴത്തേ നമ്മുടെ പറമ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ അവിടെയൊക്കെ നെറ്റ് അടിക്കണം, ബാക്കിയുള്ള പരിപാടികൾ എടുക്കുന്നുണ്ട്. നെറ്റൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 10 അടി ഹൈറ്റിലാണ് നമ്മൾ നെറ്റ് പറഞ്ഞു വെച്ചത്. അങ്ങനെ കൂടിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാട്ടോ. പ്രൈമറൊക്കെ അടിച്ചു. അങ്ങനെ കൂടിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡോറൊക്കെ വെച്ചു, എല്ലാം സെറ്റായി. ഏകദേശം രാത്രി മാത്രം നമ്മൾ കോഴിനെ കയറ്റാണ്. ഏകദേശം 200 അല്ലെങ്കിൽ 150 കോഴിയോളം കയറും അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം നമ്മളിങ്ങനെ മരച്ചില്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കോഴിനെ കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ നമ്മൾ കോഴിക്കുട്ടികൾ എടുക്കാൻ പോകുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.